യുവർ ചാനൽ ഹാബിറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ചുങ്കിടി മെറ്റീരിയൽ ആണ്. ചുങ്കിടി മെറ്റീരിയലിൽ തന്നെ കുറച്ച് വെറൈറ്റീസ് ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നത്തെ ചുങ്കിടി മെറ്റീരിയൽസിന്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ മുഴുവനായിട്ട് കാണണം. വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ചുങ്കിടി മെറ്റീരിയൽ ആണിത്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് കോട്ടൺ ഫാബ്രിക്കിലല്ല വന്നിരിക്കുന്നത്, നല്ല സോഫ്റ്റ് ചന്തേരിയിലാണ് ഈ ബാന്തിനി മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത്. ഇതിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു ചന്തേരി ഫാബ്രിക്കിൽ ഒരു നല്ല ബനാറസി വീവിങ് വന്നിട്ടുണ്ട്. എൻഡ് പോർഷനിൽ നല്ല ഒരു എന്താ പറയുക, ഒരു ബോർഡർ, നല്ലൊരു ഹെവി ബോർഡർ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആ ബോർഡറിനകത്ത് നമ്മുടെ മൈന്യൂട്ട് ആയിട്ടുള്ള ബാന്തിനി ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മെറ്റീരിയൽ ഞാൻ നൂത്ത് കാണിച്ചു തരാം. ഇത് സെൻറ്റർ പോർഷനിൽ കണ്ടോ, ചെറിയൊരു ഫ്ലോറൽ ബനാറസി ഡിസൈൻ വരുന്നുണ്ട്. അതിൽ കൂടിയിട്ടാണ് നമ്മുടെ ചെറിയ ബാന്തിനി ഡിസൈൻസ് ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ട് എൻഡിലും നല്ല ഹെവി ആയിട്ടുള്ള ആ ബനാറസി വീവ്ഡ് ബോർഡർ വന്നിട്ടുണ്ട്. അതിലും ബാന്തിനി ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് എൻഡിലും ഉണ്ട്. ഫ്രണ്ടും ബാക്കും ഒരേ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ചന്തേരിയാണ്. നല്ല ഫാബ്രിക് ആട്ടോ, നല്ല ലൈറ്റ് വെയ്റ്റ് ഫാബ്രിക് ആണ്. എന്താ പറയുക, ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങളിത് ഫീൽ ചെയ്ത് നോക്കണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നോർമൽ ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ടി വെയർ, നമുക്കൊരു കല്യാണം എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഈ ചുങ്കിടിയിൽ ഒരു സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു മെറ്റീരിയൽ. ഈ ഫാബ്രിക്കിന്റെ എൻഡ് പോർഷൻ കണ്ടോ, ഇതിൽ ഈ ഒരു ഹെവി ഡിസൈൻ വരുന്നുണ്ടോ, ഇത് നമ്മുടെ സ്ലീവ്സിലായിരിക്കും വരിക. അപ്പം സെൻറ്റർ പോർഷനെ ലൈറ്റ് ആയിട്ടും എൻഡ് പോർഷനിൽ ബോർഡറും സ്ലീവ്സ് നല്ല ഹൈലൈറ്റ് ചെയ്ത് ഹെവി ആയിട്ടിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ മെറ്റീരിയലിൻ്റെ കൂടെ ഇതിൻ്റെ ബോട്ടം ടോപ്പ് ഓരോന്ന് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഭംഗി ഭയങ്കരമായിട്ട് കൂടും. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. ഇതാണ് നമ്മുടെ ബോട്ടം വരുന്നത്. നല്ല ഗ്ലേസ് കോട്ടണിലാണ് ബോട്ടം വരുന്നത്. ഓവറോൾ ഡിസൈൻ വരുന്നുണ്ട്. 2.5 മീറ്ററാണ് നമ്മുടെ ബോട്ടം ലെങ്ത്. നല്ലൊരു പിങ്ക് കളറാണ്. പിങ്കിന്റെയും ഒരു പീച്ചിന്റെ ഒരു ഷെയ്ഡ്, രണ്ടിന്റെയും കൂടെ ഒരു ഷെയ്ഡ് വരുന്ന ഒരു കളറാണ് ബോട്ടം. നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്. നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ് ബോട്ടം കൊടുത്തിരിക്കുന്നത്. എത്ര അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണ് അല്ലേ ഇത്. അപ്പോൾ ഈ പാർട്ടി വെയറിൽ തന്നെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒന്നാണ് ഈ മെറ്റീരിയൽ എന്ന് ഞാൻ പറയും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. സെൻട്രൽ പോർഷനിൽ ആ പീച്ച് കളറാണ്, ബോട്ടത്തിന്റെ പീച്ച് കളറാണ് വന്നിരിക്കുന്നത്. ബനാറസി വീവിങ് വന്നിട്ടുണ്ട്. പിന്നെ ദുപ്പട്ട എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ചന്തേരി തന്നെയാണ്. സെൻട്രൽ പോർഷനിൽ ആ ഫ്ലോറൽ ഡിസൈൻ വരുന്നുണ്ട്. എല്ലാം സെറീസ് ആണ് കേട്ടോ. ബനാറസി വീവ്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. 2.5 മീറ്ററിൽ കൂടുതൽ ദുപ്പട്ട വരുന്നുണ്ട്. എൻഡ് പോർഷനൊക്കെ വളരെ ഹെവിയാണ്. അത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാലും മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സാരി ലുക്ക്, ഒരു ഹെവി സാരിയുടെ ലുക്ക് ഉണ്ട് ഇതിന്. പക്ഷേ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഏത് ഫംഗ്ഷനും, മാരേജ് ഫംഗ്ഷനും ഒക്കെ നല്ല സൂപ്പർ ആയിരിക്കും എന്ന് തന്നെ ഞാൻ പറയുന്നുണ്ട്. നല്ല ഭംഗിയായിരിക്കും. നല്ല അടിപൊളി ഒരു കളറല്ലേ ഓറഞ്ച്. ആ ഓറഞ്ച് കളറിലാണ് നമ്മുടെ അടുത്ത ഫാബ്രിക് വന്നിരിക്കുന്നത്. ഓറഞ്ച് കളറിൽ സോഫ്റ്റ് ചന്തേരി ഫാബ്രിക്കിലാണ് ഈ മെറ്റീരിയലും വന്നിരിക്കുന്നത്. 2.5 മീറ്ററാണ് നമുക്ക് ടോപ്പ് മെറ്റീരിയൽ വരുന്നത്. നേരത്തെ കാണിച്ച മെറ്റീരിയലിന്റെ കളർ ചേഞ്ച് ആണ്. ആ ബനാറസി വീവിങ് വന്നിട്ടുണ്ട്. ആ ഓറഞ്ചിലെ നമ്മുടെ വൈറ്റ് ബാന്തിനി ഡിസൈൻസ് നല്ല ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ആ ബോർഡേഴ്സ് കണ്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇത്ര ഹെവി ആയിട്ടുള്ള ഒരു ബാന്തിനി മെറ്റീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് ഡൗട്ടാണ്. നല്ല ഭംഗിയുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഒരേ ഡിസൈനാണ് വന്നിരിക്കുന്നത്. പിങ്ക് കളറിൽ ഓവറോൾ ഡിസൈൻ വരുന്ന നല്ല സോഫ്റ്റ് ഗ്ലേസ് കോട്ടൺ ബോട്ടം ആണ് ഈ മെറ്റീരിയലിന് പെയർ ചെയ്തിരിക്കുന്നത്. നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. നിങ്ങൾ വിചാരിക്കും ചന്തേരി ഫാബ്രിക് അല്ലേ ടോപ്പ്, അപ്പോൾ കുറച്ച് വണ്ണം തോന്നിക്കോ ഇതിട്ടാൽ. പക്ഷെ ഒട്ടുമില്ല. ഇതാ നോക്കിക്കോ, നല്ല ബോഡി ഹഗ് ചെയ്ത് കിടക്കുന്ന മെറ്റീരിയൽ ആണ്. നമുക്ക് നല്ല വണ്ണം ഉള്ളവർക്കും നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഇട്ടാൽ വണ്ണം നമ്മുടെ നോർമൽ ഉള്ള വണ്ണമേ കാണിക്കത്തുള്ളൂ. അതുപോലെ വലിയ വണ്ണം ഒന്നും എടുത്ത് കാണിക്കത്തില്ല. സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ അല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. വാവ്, എന്ത് അടിപൊളി ദുപ്പട്ടയാണല്ലേ. നല്ല പിങ്കിന്റെയും ഓറഞ്ചിന്റെയും കോമ്പിനേഷൻ. സെന്റർ പോർഷനിൽ നമ്മുടെ ടോപ്പിന്റെ സെന്ററിൽ വരുന്ന സെയിം ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത്. 4 സൈഡിലും ആ ഓറഞ്ച് കളറിലുള്ള ബനാറസി ബോർഡർ ആണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം വിവണ്ട് ആണ്. വിവണ്ട് ആയിട്ടുള്ള ഈ ഒരു ചന്തേരി ഫാബ്രിക്കിനകത്ത്
നമ്മുടെ ബാന്തിനി ഡിസൈൻ വന്നിരിക്കുന്നതാണ്. നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ദുപ്പട്ടയെ നമുക്ക് വേണമെങ്കിൽ ഹാഫ് സാരി ആയിട്ടൊക്കെ വേണമെങ്കിൽ പല രീതിയിൽ ദുപ്പട്ടയെ സെറ്റ് ചെയ്യാം. പ്ലെയിൻ ടോപ്പുകളുടെ കൂടെ സെറ്റ് ചെയ്യാം. നല്ല അടിപൊളി ദുപ്പട്ടയാണ്. നല്ല ഹൈലൈറ്റ് ആയിരിക്കും ഈ ഒരു കോമ്പിനേഷൻ. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണിത് കേട്ടോ. ഇത് ഒരു പേർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത്. മെറ്റീരിയൽ വന്നിട്ട് നമുക്ക് ഗ്ലേസ് കോട്ടൺ ആണ് വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ടോപ്പ് പോർഷനിൽ ഒരു പേർപ്പിളിന്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡും എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഡാർക്ക് പേർപ്പിൾ ആയിട്ട് വരുന്ന രീതിയിലാണ് ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓൾ ഓവർ ആയിട്ട് നമുക്ക് ബാന്തിനി ഡിസൈൻസ് വന്നിട്ടുണ്ട്. നല്ല എന്താ പറയുക, ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് പോകുന്ന കൺസെപ്റ്റ്, ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ബാന്തിനീസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ബാക്ക് പോർഷനിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലുള്ള ഡിസൈൻ ആണ്. അത് ആ ലൈറ്റ് കളറിലാണ് കേട്ടോ, പേസ്റ്റൽ കളറിലാണ് ബാക്ക് വശം വരുന്നത്. ഫ്രണ്ട് പോർഷനിലാണ് നമുക്ക് ഡാർക്ക് കളറും ലൈറ്റ് കളറും കൂടെ ചേർന്ന് വരുന്നത്. ആ ഒരു പേസ്റ്റൽ ഷെയ്ഡിലാണ് നമ്മുടെ ബോട്ടം വന്നിരിക്കുന്നത്. ഗ്ലേസ് കോട്ടൺ ആണ് ബോട്ടം. ഓവറോൾ ഡിസൈൻ വരുന്നുണ്ട്. നോക്കിക്കേ, എൻ പോർഷനിൽ നമ്മുടെ ഈ പേർപ്പിൾ ആയിരിക്കും വരുന്നത്. പർപ്പിളിന്റെ കൂടെ ആ ലൈറ്റ് ഷെയ്ഡ് ബോട്ടം വന്നപ്പോഴത്തേക്ക് എന്ത് ഭംഗിയായിരിക്കുന്നു. നല്ല ഒരു റെയർ കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ടോപ്പിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ലൈറ്റ് കളറിൽ നിന്ന് ഡാർക്ക് കളറിലേക്ക് പോകുന്ന രീതിയിലാണ് ദുപ്പട്ട ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൽക്കോട്ടൺ ആണ് നമ്മുടെ ദുപ്പട്ട വരുന്നത്. 2.5 മീറ്റർ ആണ് നമ്മുടെ ദുപ്പട്ട ലെങ്ത്. അതിൽ ഓൾ ഓവർ ആയിട്ട് ബാന്തിനി ഡിസൈൻ വന്നിട്ടുണ്ട്. എൻ പോർഷനിൽ ഒരു ബോർഡർ എന്നുള്ള രീതിയിൽ ഒരു ബാന്തിനി ഡിസൈനും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ബാന്തിനി മെറ്റീരിയൽ. ഇതും റെയർ കളറിന്റെ കളക്ഷനിൽ വരുന്നതാണ്. നേരത്തെ കാണിച്ച മെറ്റീരിയലിന്റെ കളർ ചേഞ്ച് ആണ്. നമുക്ക് വേണമെങ്കിൽ ഒരു അക്വാ ഗ്രീൻ എന്ന് പറയാം, അല്ലെ അതിലൊരു ബ്ലൂ ഷെയ്ഡ് ചേർന്ന് വരുന്ന രീതിയിൽ അങ്ങനെയുള്ളൊരു റെയർ കളറാണ് കേട്ടോ. ഇതും ആ ഒരു ഷെയ്ഡിങ്ങിലാണ് വരുന്നത്. ടോപ്പിൽ ലൈറ്റ് ഷെയ്ഡും താഴേക്ക് വരുമ്പോൾ ഷെയ്ഡിന്റെ കളർ കൂടി വരുന്ന രീതിയിലാണ് ഈ മെറ്റീരിയൽ വരുന്നത്. ഇതിലും ഓവറോൾ ആയിട്ടുള്ള ബാന്തിനി ഡിസൈൻസ് വരുന്നുണ്ട്. ബാക്ക് പോർഷൻ ആ ലൈറ്റ് ഷെയ്ഡിൽ ഓവറോൾ ഡിസൈൻ വരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഗ്ലേസ് കോട്ടൺ ആണ് ഫാബ്രിക്. 2.5 മീറ്റർ ആണ് നമ്മുടെ ടോപ്പ് ലെങ്ത്. ലൈറ്റ് കളറിലാണ് ബോട്ടം വരുന്നത്. ഗ്ലേസ് കോട്ടൺ ആണ് ബോട്ടം. നേരത്തെ കാണിച്ചുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ബാന്തിനിയിലെ വെറൈറ്റീസ് ആണ് ഞാൻ കാണിക്കുന്നതെന്ന്? ഇത് നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള കളറാണ്. നല്ല മൽക്കോട്ടണിലുള്ള ദുപ്പട്ടയാണ് ഈ മെറ്റീരിയലിൽ നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് എവിടെ പോയാലും ഒരു പിങ്ക് പിങ്ക് കളറിലുള്ള ഒരു ഡ്രസ്സ് കണ്ടാൽ നമ്മൾ ഒന്ന് എടുത്തെങ്കിലും നോക്കും. അങ്ങനെയുള്ള പിങ്ക് കളറിലാണ് ഈ മെറ്റീരിയൽ വരുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇതും ആ ഒരു ഷെയ്ഡഡ് ടൈപ്പ് ഓഫ് ആണ് വരുന്നത്. നേരത്തെ കാണിച്ച മെറ്റീരിയലിന്റെ കളർ ചേഞ്ച് ആണ്. ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക് കൺസെപ്റ്റിലാണ് ഇതും വരുന്നത്. ഫ്രണ്ടിൽ ഡിസൈൻസ് വരുന്നുണ്ട്. ബാക്ക് പോർഷനിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ടോപ്പ് ഫാബ്രിക് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ലൈറ്റ് കളറിലാണ് ബോട്ടം. ഓവറോൾ ഡിസൈൻസ് വരുന്നുണ്ട്. ഗ്ലേസ് കോട്ടൺ ആണ് ബോട്ടം. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എനിക്ക് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടെന്ന് വിചാരിച്ചാലും നിങ്ങൾ തന്നെ നോക്കുക. ഡാർക്ക് എൻഡിൽ ആ ലൈറ്റ് പിങ്ക് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഇത് ബാന്തിനി മെറ്റീരിയലൊക്കെ നമുക്ക് കാണുമ്പോൾ ഭംഗിയാണ്, പക്ഷെ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ അതിനേക്കാളും ഭംഗിയാണ്. ദുപ്പട്ട നേരത്തെ ഞാൻ കാണിച്ചു തന്നിരുന്നു, അതേപോലെ തന്നെയാണ് വരുന്നത്. സെന്റർ പോർഷനിൽ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് ആണ്. താഴേക്ക് വരുമ്പോഴത്തേക്ക് കളർ ഡാർക്ക് ആയിട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനിൽ നിറയെ വർക്ക് വരുന്നുണ്ട്. ഈ ദുപ്പട്ടയിൽ അവിടെ ഇവിടെയായിട്ട് ബാന്തിനി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇത്. നിങ്ങൾ പഞ്ചാബി പട്യാല സൂട്ട് മെറ്റീരിയൽസ് കണ്ടിട്ടുണ്ടോ? എപ്പോഴും അവരുടെ ടോപ്പ് പ്ലെയിൻ ആയിരിക്കും, ബോട്ടം നല്ല പ്രിന്റഡ് ഫാബ്രിക് ആയിരിക്കും, നല്ല ഡിസൈൻ ഒക്കെ ഉള്ള. അത് ഹൈലൈറ്റ് ആയിരിക്കുന്നത് ടോപ്പിനേക്കായി ഹൈലൈറ്റ് ആയിരിക്കുന്നത് അവരുടെ ബോട്ടവും ദുപ്പട്ടാസും ആയിരിക്കും. പക്ഷെ ആ ഒരു പ്ലെയിൻ ടോപ്പ് വരുമ്പം അതും ഭയങ്കര ഭംഗിയായിരിക്കും. ആ ടൈപ്പിൽ വരുന്ന ഒരു ബാന്തിനി മെറ്റീരിയൽ ആണ് ഈ കാണിക്കുന്നത്. നല്ല പെൻസിൽ റെഡ് കളറിലാണ് വരുന്നത്. നമ്മുടെ ടോപ്പ് പ്ലെയിൻ ആയിരിക്കും. നല്ല കളറായിട്ടോ. നമ്മുടെ പെൻസിലിന്റെ ലെഡ് ഇല്ലേ, അതിന്റെ അതേ കളറാണ്. ഗ്ലേസ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. 2.5 മീറ്റർ നമുക്ക് ടോപ്പ് ഫാബ്രിക് വരുന്നു. ബോട്ടം സെയിം ഗ്ലേസ് കോട്ടണിൽ തന്നെയാണ് വരുന്നത്. ഓവറോൾ ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട്. കണ്ടോ, ബോട്ടം ഇതാണ്. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയില്ലേ?
നോക്കൂ, സൈഡ് പോർഷനിൽ നമുക്ക് ബോട്ടം ഇങ്ങനെ വരും, ടോപ്പ് പ്ലെയിൻ ആയിരിക്കും, നല്ല ഭംഗിയായിരിക്കും സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ. കുറച്ച് ലൂസ് പാൻറ് അല്ലെങ്കിൽ ഒരു സെമി പട്ടിയാല ഇതൊക്കെ ആയിരിക്കും ഈ ഒരു ഫാബ്രിക്കിന് ഏറ്റവും നല്ലത്. നല്ല മൽ കോട്ടണിൽ ഓവറോൾ ബാന്തിനി ഡിസൈൻ വന്നിട്ട് ഉള്ള ദുപ്പട്ടയാണ് ഈ പെയർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബോർഡേഴ്സിൽ ഒരു എന്താ പറയുക, ക്രോഷ്യ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇത് ഹാൻഡ് വർക്ക് ആണ്, അല്ലാതെ ലേസ് ഒന്നും ഫിറ്റ് ചെയ്തതല്ല. ഇതിൽ ക്രോഷ്യ ചെയ്തേക്കാണ്. ഒരു നോർത്തിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ക്രോഷ്യ വർക്ക്. നല്ല ഒരു പെൻസിൽ റെഡ് കളറിൽ തന്നെയാണ്, വെച്ചാൽ സെയിം കൺസെപ്റ്റിൽ വരുന്ന മെറ്റീരിയലാണിത്. നമ്മളിത് കസ്റ്റമർ റിക്വസ്റ്റ് പ്രകാരം റിപ്പീറ്റ് ചെയ്ത ഒരു പീസാണിത്. നല്ല ഭംഗിയുള്ള, നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്ത് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അത് കാണുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം ഭംഗിയാണ്. ഇത് സെറ്റ് ചെയ്ത് കാണുമ്പോഴേ ഈ ബാന്തിനി മെറ്റീരിയലിന്റെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഡാർക്ക് ബ്ലൂ കളറിലാണ് നമ്മുടെ ഈ ബാന്തിനി മെറ്റീരിയൽ വന്നിരിക്കുന്നത്. അതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പിങ്ക് കളർ ഡിസൈൻ ആണ്. നമ്മുടെ ലഡു ബാന്തിനിയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഗ്ലേസ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. രണ്ട് സൈഡിലും നമുക്ക് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടും ബാക്കും ഒരേ ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഒരു എന്താ പറയാ, ഒരു സ്ക്വയറിന്റെ അതിനെ ഒരു എന്താ പറയാ ഡയമണ്ട് ഷേപ്പിൽ ബാന്തിനിയുടെ വൈറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സെന്റർ പോർഷനിൽ പിങ്ക് കളറിൽ ലഡു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ബാന്തിനി ഫാബ്രിക് ആണിത്. ആ ഒരു ബ്ലൂവിൽ പിങ്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. പിങ്ക് കളറിലുള്ള ഗ്ലേസ് കോട്ടണിലുള്ള ബോട്ടം ആണ് പെയർ ചെയ്തിരിക്കുന്നത്. ബോട്ടത്തിന്റെ എൻഡ് പോർഷനിൽ വൈറ്റ് കളറിൽ ബാന്തിനി ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ, ബ്ലൂവിന്റെയും പിങ്കിന്റെയും. പിങ്ക് ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത്. പിങ്കിന്റെയും ബ്ലൂവിന്റെയും ഷെയ്ഡിൽ ഡ്യുവൽ ഷെയ്ഡഡ് ദുപ്പട്ടയാണ്. സെന്റർ പോർഷനിൽ സ്പ്രെഡ് ചെയ്തെടുക്കുന്ന ഡിസൈനും എൻഡ് പോർഷനിൽ നമ്മുടെ ടോപ്പിൽ വരുന്ന സെയിം ഡിസൈനും ആണ് കൊടുത്തിരിക്കുന്നത്. ഇതും നമ്മൾ കസ്റ്റമർ റിക്വസ്റ്റ് പ്രകാരം റിപ്പീറ്റ് ചെയ്തൊരു പീസാണ്. നേരത്തെ കാണിച്ച മെറ്റീരിയലിന്റെ കളർ ചേഞ്ച് ആണ്, കോഫി ബ്രൗൺ കളറാണ്. അതിൽ വന്നിരിക്കുന്നത് പീ ഗ്രീന്റെ ലഡു ഡിസൈൻസ് ആണ്. ഗ്ലേസ് കോട്ടൺ ആണ് ഫാബ്രിക്. ഇതും നമ്മൾ റിപ്പീറ്റ് ചെയ്ത പീസാണ്. ഈ റിപ്പീറ്റ് ചെയ്ത പീസുകൾ വീഡിയോയിൽ കാണിക്കാൻ ഒരു പ്രധാന കാരണമുണ്ട്. നേരത്തെ എൻക്വയറി ചെയ്തവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവർ അന്വേഷിച്ചപ്പോഴത്തേക്ക് സോൾഡ് ഔട്ട് ആയി പോയി. അപ്പം ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് റിപ്പീറ്റ് കാണിക്കുന്നത്. പീ ഗ്രീനിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. എൻഡ് പോർഷനിൽ വൈറ്റ് കളർ ബാന്തിനി വന്നിട്ടുണ്ട്. ഗ്ലേസ് കോട്ടൺ ആണ് ബോട്ടം. ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കോമ്പിനേഷനിൽ വരുന്ന ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത്. കോട്ടൺ ആണ് ദുപ്പട്ട. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പീസാണിത്. ഇതിൽ രണ്ട് ടൈപ്പ് ഓഫ് ബാന്തിനിയാണ്. ഈ ബാന്തിനി മെറ്റീരിയൽ രണ്ട് ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു മാർബിൾ പ്രിന്റും വരുന്നുണ്ട്, അല്ലാതെ യോക്ക് പോർഷനിൽ ഒരു പ്ലെയിൻ ഷെയ്ഡും വരുന്നുണ്ട്. അങ്ങനെ ഇത് ഡബിൾ പ്രോസസ്സ് മെറ്റീരിയലിൽ തന്നെ ആദ്യമേ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ബാന്തിനി ഡിസൈൻ വന്നിരിക്കുന്നത്. യോക്ക് പോർഷനിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ഒരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഹാൻഡ് വെച്ചിട്ടുള്ള മിറർ വർക്കാണ്, മെഷീൻ വർക്ക് അല്ല കേട്ടോ. ഹാൻഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് കളർ ത്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. സെയിം കളർ അല്ല എന്ന് വെച്ചാൽ ഈ ഒരു റെഡിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൂ, ഗ്രീൻ അങ്ങനെ നല്ല എടുത്ത് കാണിക്കുന്ന കളേഴ്സിലാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു ഗുജറാത്തി പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഫാബ്രിക് ആണ്. ഗ്ലേസ് കോട്ടൺ ആണ് നമ്മുടെ ടോപ്പ് വരുന്നത്. ബാക്ക് പോർഷനിലും സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ റെഡ് കളറുള്ള ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത്. കോട്ടൺ ബോട്ടമാണ് വരുന്നത്. ഓൾ ഓവർ ആയിട്ടുള്ള ബാന്തിനി ഡിസൈൻസ് വരുന്നുണ്ട്. വൈറ്റ് കളറിലാണ് ബാന്തിനി ഡിസൈൻസ് വരുന്നത്. ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കോമ്പിനേഷനിലാണ് നമ്മുടെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ആ ഒരു റെഡ് കളറും ആ ഒരു മാർബിൾ ഡിസൈനുമാണ് വന്നിരിക്കുന്നത്. ഈ മാർബിൾ ഡിസൈനിൽ തന്നെ ബാന്തിനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് നമ്മുടെ ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല ഒരു യെല്ലോ, നല്ല ഒരു മാംഗോ യെല്ലോ എന്ന് തന്നെ പറയാം. മാംഗോ യെല്ലോ കളറിലും ആ ഒരു മാർബിൾ പ്രിന്റിന്റെ ഷെയ്ഡിലുമാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത്. മാർബിൾ പ്രിന്റ് ചെയ്തതിന് ശേഷമാണ് ഇതിൽ നോക്കൂ പിന്നെ ബാന്തിനി ഡിസൈനും കൂടെ ചെയ്തേക്കുന്നത്. അങ്ങനെ ഇതിൽ 2-3 വർക്ക് വരുന്നുണ്ട്. ഇതിലും യോക്ക് പോർഷനിലും ആ ഒരു ഫ്രണ്ട് പോർഷനിൽ ആ മാർബിൾ ചെയ്തേക്കുന്ന ആ ഒരു പോർഷനിലെല്ലാം ഹാൻഡ് വർക്കായിട്ട് മിറേഴ്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒറിജിനൽ മിറേഴ്സ് ആണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ മിറേഴ്സ് ഒക്കെ നമുക്ക് നല്ല ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണാൻ പറ്റും കേട്ടോ. എന്നുവെച്ചാൽ കോൺട്രാസ്റ്റ് ആയിട്ട് യെല്ലോയിൽ ആ ഒരു ഡാർക്ക് കളേഴ്സ് കോൺട്രാസ്റ്റ് ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ടോപ്പാണ് മെറ്റീരിയൽ വരുന്നത്. നല്ല കോട്ടൺ മെറ്റീരിയലാണ് നമ്മുടെ ബോട്ടം വന്നിരിക്കുന്നത്.
ബാന്തിനി ഡിസൈൻസ് ഓൾ ഓവർ വരുന്ന രീതിയിലുള്ള ബോട്ടമാണ് ഈ മെറ്റീരിയലിന് പെയർ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ദുപ്പട്ട. യെല്ലോയുടെയും മാർബിൾ ഡിസൈനിന്റെയും കോമ്പിനേഷനിലാണ് വരുന്നത്. ഇതിലും മൈന്യൂട്ട് ആയിട്ടുള്ള ബാന്തിനി ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്യുവർ കോട്ടൺ ആണ് നമ്മുടെ ദുപ്പട്ട വരുന്നത്. വളരെ ഭംഗിയുള്ള ഒരു കോമ്പിനേഷനിലാണ് ഈ ഫാബ്രിക് വന്നിരിക്കുന്നത്. ആ മാർബിൾ ഡിസൈനിന്റെയും പിങ്കിന്റെയും കോമ്പിനേഷനാണിത്. ഇതിലും ആ ഒരു മിറേഴ്സിന്റെ വർക്ക് വരുന്നുണ്ട്, ബാന്തിനി ഡിസൈൻ വരുന്നുണ്ട്. ഒരു വി ഷേപ്പിലാണ് ഈ ഡിസൈൻസ് ഒക്കെ വരുന്നത്. യോക്ക് പോർഷനിൽ ആദ്യം പിങ്ക് കളർ ഒരു വി ഷേപ്പിൽ, അത് കഴിഞ്ഞിട്ട് മാർബിൾ ഡിസൈൻ വി ഷേപ്പിൽ വരുന്നു. പിന്നെ എ ടു എൻ പോർഷനിൽ ആ പിങ്ക് കളർ തന്നെ. ആ മിഡിൽ പോർഷനിലാണ് നമ്മുടെ മാർബിൾ ഡിസൈൻ വരുന്നത്. അതിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. ബാക്ക് പോർഷനിലും സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിങ്ക് കളറിലാണ് നമ്മുടെ ബോട്ടം വന്നിരിക്കുന്നത്. ഓൾ ഓവർ ഡിസൈൻ വന്നിട്ടുണ്ട്. പ്യുവർ കോട്ടൺ ആണ് ബോട്ടം. നല്ല കോട്ടൺ ഫാബ്രിക്കിലാണ് നമ്മുടെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ആ ഒരു ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കോമ്പിനേഷനിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിങ്ക് കോമ്പിനേഷൻ ഒക്കെ വന്നപ്പോൾ ഈ ഒരു മെറ്റീരിയലൊക്കെ ഒത്തിരി ഒരു റെയർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. നല്ല ഭംഗിയുണ്ട്. ബാന്തിനിയിൽ തന്നെ എന്താ പറയാ, അവരുടെ ആ ഒരു ഗുജറാത്തി ടച്ച് ഏറ്റവും കൂടുതൽ എടുത്ത് കാണിക്കുന്ന ഒരു സ്റ്റഫ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം ആ ഹാൻഡ് വർക്ക്, അവരുടെ ആ ഒരു ഡിസൈൻസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടാണ് ഈ മെറ്റീരിയൽ എനിക്ക് തോന്നുന്നത്. ഈ മെറ്റീരിയലിലെ കോമ്പിനേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിനകത്ത് ഓറഞ്ച് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. ഓറഞ്ചിന്റെയും ആ മാർബിൾ ഡിസൈനിന്റെയും കോമ്പിനേഷൻ ആണ്. നല്ല ഗ്ലേസ് കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഇതിലും ആ ഹാൻഡ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെയിം ഡിസൈൻ തന്നെയാണ്. ഫ്രണ്ടും ബാക്കും ഒരേ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് മിഡ് പോർഷനിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഹാൻഡ് വർക്കും ഒക്കെ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് ഫാബ്രിക്. നല്ല ഓറഞ്ച് കളറിലാണ് നമ്മുടെ ബോട്ടം വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നല്ല കളറാണ്. അതിലെ വൈറ്റ് കളർ ബാന്തിനീസ് വന്നപ്പോഴത്തേക്ക് നല്ല എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ കറക്റ്റ് ഭംഗി അറിയാൻ പറ്റുള്ളൂ. നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ബോട്ടം വരുന്നത് 2.5 മീറ്റർ ഫാബ്രിക് ആണ് വരുന്നത്. പ്യുവർ കോട്ടൺ ആണ് ബോട്ടം. നല്ല സോഫ്റ്റ് ദുപ്പട്ടയാണ് കേട്ടോ. ആ ഒരു ടോപ്പ് ബോട്ടം കോമ്പിനേഷൻ തന്നെയാണ് ഈ ദുപ്പട്ടയ്ക്കും കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബാന്തിനി ഡിസൈൻസ് വന്നിട്ടുള്ളത് നല്ല മൈന്യൂട്ട് ബാന്തിനീസ് ആണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഈ മെറ്റീരിയലിനും പെയർ ചെയ്തിരിക്കുന്നത്. ഒരുപാട് പ്രത്യേകതകൾ പറയാൻ പറ്റുന്ന ഒരു ബാന്തിനി മെറ്റീരിയലാണിത്. ഇതില് ഹ്യൂമൻ എഫേർട്ട് ഒരുപാട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവാം ഇതിനകത്ത് എത്രത്തോളം ഹ്യൂമൻ എഫേർട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇതിനകത്ത് വന്നേക്കുന്ന വർക്ക് എന്ന് വെച്ചാൽ ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള വർക്കാണ്. അത് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോഴേ കറക്റ്റ് മനസ്സിലാവത്തുള്ളൂ. നല്ല മൈന്യൂട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്ലാക്ക് കളറിലാണ് ഈ മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത്. ഗ്ലേസ് കോട്ടൺ ആണ് നമ്മുടെ ഫാബ്രിക്. കണ്ടോ ഈ ഒരു ഡിസൈൻ കണ്ടോ, എത്ര കുഞ്ഞായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു പിക്ചർ വരച്ച ഫീലാണ് നമുക്ക് ഈ മെറ്റീരിയൽ കാണുമ്പോൾ കിട്ടുന്നത്. ഇതിലൊരു വൈറ്റ് ബാന്തിനി ഡിസൈൻ ആണ്. അതിന് ആ വൈറ്റ് ബാന്തിനി തന്നെ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് അതിനൊരു ബോർഡർ വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള വർക്കാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. കണ്ടോ ഇതിന്റെ ബാക്ക് പോർഷൻ. ഇതിന്റെ ബാക്ക് പോർഷനിൽ ബാന്തിനി ഡിസൈൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ബാന്തിനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ എത്ര കളർ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ. അതിൽ പിങ്ക് വന്നിട്ടുണ്ട്, വൈറ്റ് ബാന്തിനി വന്നിട്ടുണ്ട്, സെൻറ്റർ പോർഷനിൽ ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു 3 കളർ കോമ്പിനേഷനിലാണ് ഇതിന്റെ ബാക്ക് പീസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണിത്. എന്ന് വെച്ചാൽ എങ്ങനെയാ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? എനിക്ക് പറയാനായിട്ട് വാക്കുകൾ കിട്ടുന്നില്ല. അത്രത്തോളം ഭംഗിയാണ് ഈ ഫാബ്രിക്. ബാന്തിനി മെറ്റീരിയലുകളെല്ലാം നമുക്ക് നല്ല ബോഡി ഹഗ് ചെയ്ത് കിടക്കുന്ന മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ തന്നെ ഉണ്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് പിടിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ വരുന്നുണ്ട്. അയൺ ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. ഈ മെറ്റീരിയലിന്റെ കോമ്പിനേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ കോമ്പിനേഷൻ കാണുമ്പോൾ ഇതിന്റെ ഭംഗി എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇതിന്റെ കോമ്പിനേഷൻ പിങ്ക് ആണ് വരുന്നത്. പിങ്ക് കളറിലും നമ്മുടെ ബാന്തിനി ഡിസൈൻ വന്നിട്ടുണ്ട്. മൈന്യൂട്ട് ബാന്തിനിയാണ് വരുന്നത്. ബോട്ടത്തിന്റെ എൻഡ് പോർഷനിലാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഈ ടോപ്പ് ഫുൾ ഇത്ര വർക്ക് വരുന്നതുകൊണ്ടാണ് ബോട്ടത്തിന്റെ എൻഡിൽ മാത്രം ബാന്തിനി ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നല്ല ഗ്ലേസ് കോട്ടൺ ആണ് നമ്മുടെ ബോട്ടം വരുന്നത്. 2.5 മീറ്റർ ആണ് നമ്മുടെ ബോട്ടം ലെങ്ത്. എങ്ങനെയുണ്ട്? പിങ്കിന്റെയും ബ്ലാക്കിന്റെയും കോമ്പിനേഷൻ കറക്റ്റ് നമുക്കിപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ? പിങ്ക് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് നമ്മുടെ ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല കോട്ടൺ ആണ് വന്നിരിക്കുന്നത്. ഇതിൽ മൈന്യൂട്ട് ആയിട്ടുള്ള ബാന്തിനി ഡിസൈൻസ് വരുന്നുണ്ട്.
എൻ പോർഷനിൽ കണ്ടോ, നമ്മുടെ ടോപ്പിൽ ചെയ്തിരിക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മൈന്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ്. ഞാൻ ഈ ഡിസൈൻ ചെറുതാണെന്ന് എടുത്ത് പ്രത്യേകം പറയാനുള്ള കാരണം അത്രത്തോളം ഒരാളുടെ എഫേർട്ട്, ഒരു ഹ്യൂമൻ എഫേർട്ട് ഇതിൽ വരുന്നുണ്ട്. നമ്മുടെ ബാന്തിനി മെറ്റീരിയൽ എല്ലാം തന്നെ ഹാൻഡ് മെയ്ഡഡ് ആണ്. നല്ല പിങ്കിന്റെയും ഒരു ബ്ലാക്കിന്റെയും കോമ്പിനേഷനിലാണ് നമ്മുടെ ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. ബാന്തിനിയുടെ കുറച്ച് വെറൈറ്റീസ് നിങ്ങളെ കാണിക്കാൻ പറ്റി എന്ന വിശ്വാസത്തിലാണ് ഞാൻ വീഡിയോ എൻഡ് ചെയ്യുന്നത്. ഈ മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കിത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാം. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിന്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുകയും ചെയ്യാം. നമ്മളെ വാട്സപ്പായിട്ട് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളത് കൊറിയറായിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രമേ മുന്നോട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതിൻ്റെ ലിങ്കും ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോയ്ക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നല്ല കമൻസ് അയക്കണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ കമൻസ് ആണ് നമ്മുടെ മുന്നോട്ടുള്ള ഒരു യാത്രയ്ക്ക് നമുക്ക് എന്താ പറയുക, ഒരു പിന്തുണ കിട്ടുന്ന, എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഒരു സപ്പോർട്ട്, എല്ലാവരുടെയും ഭാഗത്തു നിന്ന് നല്ല ഒരു സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോണിലുള്ള ഓൾ പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൊല്ലത്തുള്ളവർക്കാണെങ്കിൽ നമ്മുടെ ഷോപ്പുകളിൽ നിന്ന് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ കുറേ വെറൈറ്റീസുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ എത്തും. അതുവരെ ബൈ, ടേക്ക് കെയർ.